ഹലോ ചിൽഡ്രൻ, ഈ വരുന്ന സെപ്റ്റംബറിന്റെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് ഈ വരുന്ന മോക്ക് ടെസ്റ്റ് പേപ്പർ വളരെ ഹെൽപ്ഫുൾ ആവും. ലെറ്റ്സ് ഡിസ്കസ് മൈസെൽഫ് ശോഭ, ലോ ഫാക്കൽറ്റി ഇൻ ട്രാൻസ്പെറൻറ്റ് അക്കാഡമി. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷന്റെ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. ആർ യു റെഡി? സോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾക്ക് വളരെ പരിചയമുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആസ് യു നോ, ക്വസ്റ്റ്യൻ നമ്പർ 1, that is compulsory question. Okay, so let's check compulsory question number 1. X was running a business of car on lease. One fine day, Y came to hire a car for 10 days for his business tour from Delhi to Amritsar. X offered him a Honda City for rupees 50,000 for 10 days on a condition that petrol and toll expenses will be borne by him. During the journey, engine of the car was choked. Y has to spend rupees 10,000 for the repair of the engine. When he was coming back from Amritsar, brakes of car was not working and a major accident of Y happened due to this. Y was admitted in the hospital and paid a bill of rupees 50,000 on recovery. Y asked X to compensate him charges for car repair and hospital expenses amounting to rupees 60,000. X denied for compensation by saying that he was not aware about the engine and the brake fault. Y filed a suit against X for the recovery of the damages. Give your opinion with reference to provisions of Indian Contract Act of 1872. കഥ മനസ്സിലായോ? എന്തൊക്കെയാണ് ഹിന്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ട്രൈ ടു ഹാവ് എ പ്രോസസിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻ സോ ദാറ്റ് നമുക്ക് ആൻസർ ഫോർമേഷൻ കുറച്ചുകൂടി ഈസി ആവും. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്. Whether Y can withheld the amount of higher charges of rupees 50,000 on account of non-payment of damages. 1. 2. Whether Mr. X was liable to pay for the damages as he was not aware of the fact of the fault of the car. മൊത്തത്തിൽ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഹിന്റ് കിടക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ആദ്യത്തെ ഹിന്റ് കിടക്കുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ലൈനിൽ തന്നെ ഹിന്റ് കിടക്കുന്നത്. Did you check that he was running a business? Okay, and the car was given for lease. The car was given for lease. ആ ലീസ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ ഈ ലീസ് വരുന്ന സമയത്ത് കോൺസെപ്റ്റ് എന്താണ്? ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി എന്തായി മാറി? ഉപയോഗിച്ച് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിന്റെ പേയ്മെന്റ് തന്നാ മതി എന്ന രീതിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ്. സോ ഇത് എവിടത്തെ കോൺസെപ്റ്റ് ആണ്? എങ്ങനെയാണ് നമുക്ക് കണക്ട് ആവുന്നത്? സോ ദിസ് ഇസ് ദി ഐഡിയ ഓഫ് bailment. യെസ്, I hope you're able to connect. So bailment concept എന്താ? നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് നോക്കാം. Where one person gives some product to another person for some particular purpose and purpose കഴിഞ്ഞതിന് ശേഷം ആ പ്രോഡക്റ്റ് will be taken back. അല്ലേ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ബെയിൽമെന്റിൽ വരുന്നത്. അപ്പൊ ആ ബെയിൽമെന്റിൽ വരുന്ന എക്സും വൈയും രണ്ട് പാർട്ടീസ്. ഓക്കെ, സോ എക്സ് വാസ് റണ്ണിങ് എ ബിസിനസ് ഫോർ കാർ ഓൺ ലീസ്. സോ ഹൂസ് എക്സ്, ഹൂസ് വൈ? സോ ഇവിടെ കാർ എടുത്തിട്ട് പോയ Y he is referred to as a bailee and X he is referred to as a bailer. അപ്പോൾ here Y ആരാണ് X ആരാണെന്നുള്ള കാര്യം നോക്കൂ. Y is referred to as a bailee and X is referred to as a bailer. അല്ലെ? അപ്പൊ ഇനി ബെയിലറുടെ കോൺസെപ്റ്റ് ഒന്നുകൂടി എടുത്തു നോക്കൂ. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എക്സ്പെൻസസ് വന്നോ നിർബന്ധമായിട്ടും അത് ആര് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടാവണം? യെസ്, ഈ പറയുന്ന സോ കോൾഡ് ബെയിലി അതിന്റെ എക്സ്പെൻസസ് എല്ലാം തന്നെ ബെയർ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ അങ്ങനെ വരുന്ന കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോ ഇവിടെ ബെയിലറിന്റെ ഡ്യൂട്ടി എന്താ, ബെയിലിയുടെ ഡ്യൂട്ടി എന്താ? നമുക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയറക്റ്റ് കോൺസെപ്റ്റ്. സോ ആ ഡയറക്റ്റ് കോൺസെപ്റ്റ് ഒന്നിവിടെ കേസ് സ്റ്റഡിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇസ് സെറ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ? ബെയിലറിന്റെ ഡ്യൂട്ടിയാണ് നോൺ ഡിഫെക്ട്സ് ഓഫ് ദ ഗൂഡ്സ് എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഈവൻ അൺനോൺ ഡിഫെക്ട്സ് ഓഫ് ദ ഗൂഡ്സ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഡ്യൂട്ടി ആർക്കുണ്ട്? യെസ്, ബെയിലർക്ക് ഉണ്ട്. റൈറ്റ്? സോ അങ്ങനെ നമ്മുടെ ആൻസേഴ്സ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. സോ ഇവിടെ അഗൈൻ ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, വെദർ എക്സ് ക്യാൻ ബി withheld the higher amount of higher charge of rupees 50,000 on account of non payment of debt. Yeah, sure, അത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഓൾസോ ബാക്കി നോക്കൂ, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. So ഇവിടെ it is yes. And what about the second part of the question? Whether Mr. X can be liable to pay the damages as he was not aware of the fact of the fault of the car. Yes, അവിടെയും കൊടുത്തേ പറ്റൂ. സോ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പ്രോഡക്റ്റിന് കാരണം എന്തെങ്കിലും ഡിഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഇസ് ഹിസ് ഡ്യൂട്ടി ടു മേക്ക് ദ കോമ്പൻസേഷൻ. ആൻഡ് എത്ര രൂപ വരെ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഓർ എത്ര രൂപ വരെ ഇയാൾ കൊടുക്കേണ്ട ഡ്യൂട്ടി ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് സി ദ കാൽക്കുലേഷൻ ഇസ് വെരി സിമ്പിൾ. 50,000 rupees plus
ഒരു 10,000 rupees കൂടെ ഇവിടെ കൊടുത്തേ പറ്റൂ. ദാറ്റ് ഈസ് ഓൾ ടുഗെദർ ഒരു 60,000 rupees ഇവിടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എത്ര രൂപ വരെ നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാനുള്ള അധികാരമുണ്ട്? അപ് ടു 60,000 rupees. ആ 60,000 rupees എവിടെ നിന്ന് വന്നു? ഹോസ്പിറ്റൽ ബില്ലും വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ആ ബ്രേക്ക് ഫെയിലിയർ ഉണ്ട്, ആ ഒരു എക്സ്പെൻസ്. സോ ഓൾ ടുഗെദർ 60,000 rupees ഇവിടെ ക്ലെയിം ചെയ്ത് ചോദിക്കാനുള്ള അധികാരമുണ്ട്. സോ പുട്ട് ടുഗെദർ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാരഗ്രാഫ് പ്രസന്റേഷൻസ് എല്ലാം ചെയ്യാം. അണ്ടർലൈൻ ദ കീ പോയിന്റ്സ്, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ആൻഡ് ഓൾസോ ബിഫോർ ഡ്രാഫ്റ്റിംഗ് യുവർ ലാസ്റ്റ് ആൻസർ വീണ്ടും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അതിന്റെ കീ പോയിന്റ്സ് നോക്കിയതിന് ശേഷം മാത്രം ഡ്രാഫ്റ്റ് ചെയ്യുക. നമ്മളിതെല്ലാം നിരന്തരം ക്ലാസ്സിൽ പറയുന്ന കോൺസെപ്റ്റുകളാണ്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ആഡ് ഓൾ ദീസ് കോൺസെപ്റ്റ്സ്. Now let's take question number 2. Evergreen Private Limited has 9 directors on its board of directors. The company's articles of association currently state that the quorum of board meeting shall be 1/3 of the total strength or 2 directors, whichever is higher. The company now intends to amend the article to specify that the quorum of board meetings shall be 1/3 of the total strength or 4 directors, whichever is higher. Advise the company on procedure for including the enrichment provision in its articles. In accordance with the provisions of Companies Act of 2013, would your advice differ if the company were a public company? So, question എന്തൊക്കെയാ പറയുന്നത്? ഹിന്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എന്താ കോൺസെപ്റ്റ്? യെസ്, AOAന്റെ കോൺസെപ്റ്റും പറയുന്നുണ്ട് ആൻഡ് അതിന്റെ സെയിം ടൈം നമ്മളിവിടെ എൻറിച്ച്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? സോ AOAന്റെ കേസിൽ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ കേസിൽ എൻറിച്ച്മെന്റ് പ്രൊവിഷൻസ് വന്നെങ്കിൽ എഗെയിൻ എല്ലാമേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. AOAന്റെ കോൺസെപ്റ്റ് എടുക്കുക, കമ്പനി ലോ ചാപ്റ്റർ എടുക്കുക, അതിൻ്റെ അകത്തുള്ള AOAന്റെ കോൺസെപ്റ്റുകൾ എടുക്കുക, അതിൻ്റെ അകത്ത് പറയുന്ന എൻറിച്ച്മെന്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക ആൻസറിന്റെ അകത്ത്. ഇറ്റ്സ് ജസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ആ കോൺസെപ്റ്റുകൾ എല്ലാം ആഡ് ചെയ്യുക. പബ്ലിക് കമ്പനി ആണെങ്കിലും കോൺസെപ്റ്റ് ഇസ് ദ സെയിം, അവിടെ നോ ചേഞ്ച്. ഓക്കെ, സോ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും കോൺസെപ്റ്റ് എന്താണ്? എൻറിച്ച്മെന്റ് പ്രൊവിഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കുക. ഓക്കെ, ആ മാറ്റിയെടുത്ത കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ അകത്ത് യെസ് നമ്മൾ ആർക്ക് ഇന്റിമേഷൻ കൊടുക്കണം? യെസ്, ടു ദ രജിസ്ട്രാർ അല്ലെ? അപ്പൊ രജിസ്ട്രാർക്ക് ഇതിന് ഇന്റിമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയി. സോ 3 മാർക്സ് പോക്കറ്റിൽ വന്നു. Now let's take next question. State with reasons whether the following companies can be treated as a small company with reference to provisions of Companies Act of 2013. അപ്പോൾ സ്മോൾ കമ്പനിയുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. റൈറ്റ്, സോ സ്മോൾ കമ്പനി പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? യെസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? റൂൾസ് എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ ടേൺ ഓവറിന്റെ കോൺസെപ്റ്റിലും ആൻഡ് ഓൾസോ ക്യാപിറ്റലിന്റെ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ടേൺ ഓവറിന്റെ കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണം മിനിമം? യെസ്, 4 crore അപ് ടു മാക്സിമം ഇതുവരെ പോവാം, അപ് ടു നമുക്ക് 10 crore വരെ ഇതിന്റെ ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് സെയിൽസ്, ടേൺ ഓവറിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് വരും നമുക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്? 40 lakhs മുതൽ അപ് ടു 100 crore വരെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ റൂൾസ് ആദ്യം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അവിടെ സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ചെക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത്. ഈ റൂൾസിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇറ്റ്സ് റെഫർഡ് ടു ആസ് എ സ്മോൾ കമ്പനി, അതർവൈസ് വാട്ട്? ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ കമ്പനി. ദി ആൻസർ ഇസ് ഡൺ. റൈറ്റ്, അപ്പൊ റൂൾസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസറിന്റെ ഡ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആവുന്നുണ്ട്. ഓക്കെ, now let's check what the question is. STS Private Limited having a turnover rupees 10 crores and a paid up capital of 1 crore. Okay, out of which 60,000 shares were held up by UV Infratech Private Limited. So ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു സ്മോൾ കമ്പനി ആണോ അല്ലയോ? നമ്മുടെ റൂൾസ് വെച്ച് നോക്കുന്ന സമയത്ത് is this a small company? No, this is not a small company. Very simple. Now question number 2, അതിന്റെ അകത്ത് ZX Limited having a paid up share capital of 3 crores and turnover of 35 crores. അപ്പോൾ അതെന്താ? അത് സ്മോൾ കമ്പനിയാണോ? നോ, അതും സ്മോൾ കമ്പനി അല്ല. സോ ബോത്ത് ദി ആൻസേഴ്സ് ആർ റോങ്. അല്ലെങ്കിൽ ബോത്ത് ദി ആൻസേഴ്സ് എന്ത്? രണ്ട് ആൻസേഴ്സ് നമുക്ക് സ്മോൾ കമ്പനി അല്ല എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. സോ ഇത്തരം ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ആദ്യമേ എന്ത് കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക? സ്മോൾ കമ്പനിയുടെ റൂൾസ് എന്താണെന്നുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് കോട്ട് ചെയ്യാം. ഓക്കെ, 4 മാർക്സ് ഇസ് ഡൺ. Now let's check next question. Explain the concept of partner by holding out as provided in the Indian Partnership Act of 1932. Under what circumstances can a person be held liable under a holding out? Direct question. പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ അകത്ത് കിടക്കുന്നുണ്ട് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഒരു പാർട്ട്ണർ സ്വയം പറഞ്ഞു നടക്കുകയാണ് ദാറ്റ് ഹീസ് എ പാർട്ട്ണർ ടു എ ഫേം, ബട്ട് ആക്ച്വലി അയാൾ പാർട്ട്ണർ അല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? എന്തൊക്കെ ലയബിലിറ്റീസ് ഇയാൾ കാരണം ഫേമിന് ഇൻകർ ചെയ്തിട്ടുണ്ടോ? യെസ്, അതിനെല്ലാം ദിസ് പേഴ്സൺ ഇസ് ഹെൽഡ് ആൻസറബിൾ. 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ടു ദ ടെക്സ്റ്റ് ബുക്ക് and then draft the answer. Okay, 6 marks is done. Now the next one. P sold certain antique items to Q for rupees 3 lakh on 13/12/2024. As per the terms and
terms of agreement, 70% of the amount was to be paid within a week and the balance of 20% was to be paid till 31/12/2024. Q appointed his agent R to take delivery of goods after payment of the first installment. Q transferred a sum of rupees 2,80,000 rupees in the account of P through NEFT on 18/12/2024, which was credited to P's account on the same date. R failed to take the delivery of the antique item due to some medical emergency also. Now, meantime, എന്താ സംഭവിച്ചത്? Q failed to make the payment of the second installment till 31/12/2024. On 10/1/2025, Q's agent came to take the delivery of the goods, but P refused the delivery of goods and exercised the right of lien over the goods. എന്തുകൊണ്ടാണ് lien exercise ചെയ്യാനുള്ള കാരണം? Because payment വന്നിട്ടില്ല. Now, let's take the next part. According to the provisions of Sale of Goods Act of 1930, give your opinion whether P was justified in exercising the right of lien as rupees 20,000 rupees was left to be paid. Okay, so unpaid seller concept എന്താണ്? എപ്പോഴാണ് റൈറ്റ് ഓഫ് ലീൻ പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? യെസ്, സോ അൺപെയ്ഡ് സെല്ലറിന്റെ കോൺസെപ്റ്റിലാണ് ഇത് അപ്ലിക്കേഷൻ വരുന്നത്. അൺപെയ്ഡ് സെല്ലർ പറഞ്ഞ ആൾ ആരാണ്? ഈവൻ ഇഫ് 1 rupee is due, അത് കൊടുക്കാൻ പെൻഡിങ് ഉണ്ട് ആൻഡ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ പേര് എന്താണ്? അൺപെയ്ഡ് സെല്ലറിന്റെ കോൺസെപ്റ്റിലേക്ക് വരുന്നത് അല്ലേ? ആൻഡ് അതേപോലെ സെക്കൻഡ് പോയിന്റ് എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും അവർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദ സെയിം ബൗൺസസ്, അപ്പോഴും ഇയാളുടെ പേര് എന്താ? അൺപെയ്ഡ് സെല്ലർ എന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഈ പറയുന്ന സോ കോൾഡ് അൺപെയ്ഡ് സെല്ലർക്ക് 2 റൈറ്റ്സ് ഉണ്ട് അല്ലെ? എന്തൊക്കെ റൈറ്റ്സ് ആണ്? റൈറ്റ് അഗെയിൻസ്റ്റ് ദ ഗൂഡ്സ് ആസ് വെൽ ആസ് റൈറ്റ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ അല്ലെ? ജസിൻഡ്രം ആൻഡ് ജസിൻ പെർസോണം, 2 റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ 2 റൈറ്റ്സിൽ ഇവിടെ എന്താ ചെയ്യാൻ പ്ലാന്? റൈറ്റ് ഓഫ് ലീൻ ആണ് എക്സൈസ് ചെയ്യാനുള്ള അധികാരം നോക്കുന്നത്. സോ റൈറ്റ് ഓഫ് ലീൻ എക്സൈസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? യെസ്. അപ്പൊ റൈറ്റ് ഓഫ് ലീൻ എക്സൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ കോൺസെപ്റ്റ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുക. ഓക്കെ, അപ്പൊ റൈറ്റ് ഓഫ് ലീൻ എക്സൈസ് ചെയ്യണമെങ്കിൽ when the unpaid seller can exercise right of lien and when does the unpaid seller loses the right of lien അല്ലെ? 2 ഹെഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 കോൺസെപ്റ്റുകൾ മുഴുവൻ എഴുതി നോക്കിയാൽ നമുക്ക് ഈ ആൻസർ വേഗം കിട്ടും. സോ ഈ റൂൾസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് യെസ്, കൺഫേം ആയിട്ട് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? യെസ്, റൈറ്റ് ഓഫ് ലീൻ എക്സൈസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, സോ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പാരഗ്രാഫ് നമ്പർ 1ഉം 2ന്റെ അകത്തും കൊടുക്കുക. പിന്നെ ആൻസർ ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്ത് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An auction takes place in Delhi for antique items. So concept is an auction sale. Yes, it is notified to the bidders that the sale will be completed only when the hammer of the auctioneer hits the table and he announces you are the highest bidder. Okay, so ഇതാണ് customary manner of finishing the auction sale അല്ലേ? Then during the auction, L bids for the antique sculpture worth rupees 8 lakhs. The hammer falls, but the announcement cannot be made as the auction suddenly stops before the auctioneer can utter any words. It is notified to everyone that there has been an unexpected raise in the market price for that particular sculpture and therefore it will not be sold on that particular day. L contends that the auctioneer is bound to sell the sculpture to him at the price he bid because once he bid at the highest price in the auction and the hammer fell, the auction sale was complete and therefore the auctioneer is under a contractual obligation to sell the sculpture. The auction discuss the validity of L's claim in reference to the provisions of Sale of Goods Act of 1930. Right, now let's check what is auction sale. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെയാ ചെക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ സെയിലിന്റെ കോൺസെപ്റ്റ് എന്താണ്? റൈറ്റ്, അപ്പൊ വിത്ത് ദ ഫോൾ ഓഫ് ദ ഹാമർ ദി ഓപ്ഷൻ സെയിൽ കംസ് ടു ആൻ എൻഡ് അല്ലെ? അതാണ് നമ്മൾ അതിൽ പഠിച്ചതിൽ ഏറ്റവും കീ പോയിന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ വിത്ത് ദ ഫോൾ ഓഫ് ദ ഹാമർ ഇവിടെയും എന്താ സംഭവിക്കുക? യെസ്, ദി ഓപ്ഷൻ സെയിൽ ഗെറ്റ്സ് കംപ്ലീറ്റഡ്. അപ്പൊ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആയ അവസ്ഥയ്ക്ക് ഡ്യൂട്ടി എന്താണ് ഓപ്ഷണർക്ക്? യെസ്, കറക്റ്റ്, നിർബന്ധമായിട്ടും ആ പ്രോഡക്റ്റ് എടുത്ത് കൊടുത്തേ പറ്റൂ. ഓക്കെ, സോ ഇവിടെ ദി ഓപ്ഷണർ ഇസ് ബൗണ്ട് ടു സെൽ ദ പ്രൊഡക്റ്റ്. Okay, irrespective of whether he has conveyed the message or not. എന്താണ് എണീച്ച് നിന്നിട്ട് the auction sale is complete എന്നുള്ള കാര്യം പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും with the fall of the hammer what happens? Yes, the auction sale comes to an end. Okay, now let's take the next question. Yes, direct question. Okay, explain the concept of separate legal entity in a company and how does it differentiate the company from its members? Yes, separate legal entity concept, very simple concept അല്ലെ? Company is separate from its members എന്നുള്ള കോൺസെപ്റ്റ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത് അതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് യു മെൻ ബൈ പെർപെച്വൽ സക്സഷൻ? അഗൈൻ പെർപെച്വൽ സക്സഷൻ ഓഫ് എ കമ്പനി എന്താണ്? ആര് മരിച്ചാലും ജീവിച്ചിരുന്നാലും എന്താ സംഭവിക്കുക? കമ്പനി ഈസ് എൻ യെസ് ഓൺ ഗോയിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഗോയിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓൺ ഗോയിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം.
Okay, so death will not affect the existence of the functioning of the company, right? So next, ഇത് രണ്ടിനും 7 മാർക്കാട്ടോ, എളുപ്പമുള്ള questions. Now the next one is question number C. Explain the provisions relating to the change of the name of the LLP under the LLP Act of 2008. Under what circumstances can the central government direct the LLP to change its name? What are the consequences of non-compliance with such directions? Okay, change of name, LLPയുടെ കോൺസെപ്റ്റിൽ അല്ലെ എന്തൊക്കെയാണ് നമ്മൾ പറയുക? LLP പറഞ്ഞ കോൺസെപ്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പേരിന്റെ സുഫിക്സിൽ എന്ത് കമ്പൽസറി ആണ്? LLP അല്ലെങ്കിൽ എന്റെ അക്രോണിമായ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP എന്ന വാക്കുകൾ കമ്പൽസറി ആണ്. ഓക്കെ, ഇനി സെൻട്രൽ ഗവൺമെന്റ് എന്ത് കാരണം വെച്ചിട്ടാണ് ഇത് പേര് മാറ്റണം എന്നൊരു റൂൾ പറയാനുള്ള സാധ്യത? യെസ്, ടു ക്ലോസ് റിസംബ്ലിംഗ് നെയിം അല്ലെങ്കിൽ എന്താണ് അൺഡിസൈറബിൾ നെയിം, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇത് പറയുക അല്ലെ. അപ്പൊ ആ റൂൾസ് അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ടെക്സ്റ്റിന്റെ അകത്ത് ആ പ്രൊസീജിയർ ഉണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് 6 മാർക്സ് weightage. Now let's take question number 3A. PQR are partners in a construction firm. PQR associates. P buys cement on behalf of the firm from D. The cement is used in the ordinary course of the business of the firm's business. P uses the cement for his personal purposes. The supplier D, who is unaware of the private use of the cement by P, claims a price from the firm. The firm refuses to pay the price on the ground that the cement was never received by it. Referring to the provisions of the Indian Partnership Act of 1932, answer the following. Whether the firm's contention is tenable. Yes, that's right. അല്ലേ? എങ്ങനെയാ? ഫേമിന് വേണ്ടി ഉപയോഗിച്ച സാധനം സ്വന്തം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനുള്ള അധികാരം ഉണ്ടോ? നോ. ഓക്കെ, അപ്പൊ ഫേം പറയുന്ന കാര്യം എന്താണ്? കറക്റ്റ് ആണ്. Okay, then next എന്താ പറയുന്നത്? What would be your answer if a part of the cement so purchased by P was delivered to the firm by him and the rest of the cement was used by him for private use, which about which the firm or other supplier were aware? ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഫേമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു, പക്ഷെ അതിനുശേഷം എന്താ ചെയ്തത്? കുറച്ച് ഇയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ അതിനുശേഷം ബാക്കി എന്താ ചെയ്തത്? ഇത് ഫേമിലേക്ക് കൊടുത്തു. പക്ഷേ ഈ സപ്ലൈ ചെയ്യുന്ന സമയത്ത് സപ്ലയർക്ക് എന്ത് കാര്യങ്ങൾ അറിയാം? ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. Now let's check the answer. അപ്പോ ഇവിടെ എന്താ സംഭവം? Whether he is liable or not? Yes, of course he is held answerable. അല്ലെ? കാരണം അത് കൊടുത്തേ പറ്റൂ. പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഓൾസോ ഫേമിന്റെ ബാക്കി ആൻഡ് ഓൾസോ ഫേമിന് വേണ്ടി കുറച്ച് ബാക്കി ആസ് വെൽ ആസ് പേഴ്സണൽ യൂസിന് എടുത്ത്. അപ്പൊ പേഴ്സണൽ യൂസിന് എടുത്തതിനെല്ലാം ദിസ് പേഴ്സൺ ഇസ് ഹെൽഡ് ആൻസറബിൾ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ട്ടോ. സോ അതിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഗിമ്മിക്സ് ആഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം തന്നെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഈ പറയുന്ന സോ കോൾഡ് സപ്ലയർക്കും കൂടെ ഉള്ള അവസ്ഥയ്ക്ക് ഇത് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഇത് അയാൾ കോമ്പൻസേഷൻ കൊടുത്തേ പറ്റും. Okay, now 7 mark question. Then the next one is the object clause of Memorandum Association of ABC Private Limited authorized the company to share the business of trading in property in Gaureng, which is a place in Haryana. Since the company was not doing well, the directors of the company in a recent board meeting planned to diversify the business and enter into construction. For this purpose, they borrowed a sum of rupees 5 crore from Magnum Finance Limited, but the members of the company did not approve the decision of the board. Hence, the company refused to repay the loan. According to the provisions of Companies Act of 2013, what is the recourse available for Magnum Finance Limited for recovery of loan? So, ഇത് എവിടേക്കാണ് കണക്ട് ആവുന്നത്? സോ കമ്പനി എന്തോ ഒരു കാര്യം അൾട്രാ വൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ബിയോണ്ട് ദ പവേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്. സോ ആ ബിയോണ്ട് ദ പവേഴ്സ് ഉള്ള കോൺസെപ്റ്റ് നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോ ബിയോണ്ട് ദ പവേഴ്സ് ഉള്ള കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അതിനുശേഷം വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ MOAന്റെ അകത്ത് ഇവർക്ക് ഒരു അധികാരം കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്ത അധികാരം ഇവർ കിട്ടിയ പോലെ കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഇത് എവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? അൾട്രാ വൈസിലേക്കും കണക്ട് ആവുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം വേറെ എവിടേക്കും കൂടെ കണക്ട് ആവുന്നുണ്ട്. യെസ്, ടുവേർഡ്സ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ. അപ്പൊ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധവും ഇല്ല അല്ലെ. സോ ആ ഒരു കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരിക. സോ കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞ് പോവുകയാണ്. ആൻഡ് ഇതിന്റെ ഒപ്പത്തിനൊപ്പം എന്തൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ റീകോഴ്സ് അവൈലബിൾ ഫോർ മാഗ്നം ഫിനാൻസ് ലിമിറ്റഡ് ഫോർ റിക്കവറി ഓഫ് ദ ലോൺ? റിക്കവർ ചെയ്ത ലോൺ ഇവർക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ? നോ, ഇവർക്ക് റിക്കവർ ചെയ്യാനുള്ള അധികാരം വരുന്നില്ല. ഓക്കെ, ആൻഡ് പക്ഷെ എത്രത്തോളം ഇവർക്ക് റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? എന്താണോ ഇവര് എടുത്ത് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടോ അത് മാത്രമേ ഇവിടെ വരുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള എമൗണ്ട് ഒന്നും തന്നെ ചോദിക്കാനുള്ള അധികാരം ഇവിടെ വരുന്നില്ല. ഓക്കെ, 4 മാർക്ക് question. Now let's check next question. As
NM Limited was registered in 2021 with a share capital of rupees 50 lakh divided into 5 lakh equity shares of rupees 10 each under Section 8 of the company. Okay, question തന്നെ വരുന്നുണ്ട് Section 8 of the Companies Act of 2013 for the promotion of art in Jaipur. Company earned a huge profit during the financial year of 31st March 2025 due to boom in the market. On 10th May 2025, 70% of the members of the company demanded to distribute 10% dividends to the equity shareholders. For this purpose, they passed special resolution in extraordinary general meeting. With reference to provisions of the Companies Act of 2013, decide whether SNM Limited can declare dividend at the rate of 10% to equity shareholders for the year ending 31st March 2025. Simple question. സെക്ഷൻ 8 എന്ന് പറയുന്ന ഹിന്റ് ഓൾറെഡി അവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ സെക്ഷൻ 8 കമ്പനിക്ക് എന്തിനുള്ള അധികാരമില്ല? യെസ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഇല്ല അല്ലെ. അപ്പൊ അഥവാ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സോ ആ ഒരു പ്രൊസീജിയർ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കും. എന്താണ് സെക്ഷൻ 8 കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവരുടെ സ്പെഷ്യൽ ആക്ട് ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവർ പെർമിഷൻ വാങ്ങിച്ചിട്ട് ലൈസൻസ് വാങ്ങിച്ചിട്ട് ഫോം ചെയ്യുന്ന സോ കോൾഡ് കമ്പനീസ് ആണ് അല്ലെ. അപ്പൊ അവർ അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം അത്തരം കമ്പനീസ് എന്ത് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമില്ല? യെസ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമില്ല. അഥവാ ഇവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് സെക്ഷൻ 8 കമ്പനിയുടെ കോൺസെപ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള കാര്യങ്ങളാണ്. കാരണം ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ഇനി എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്നുള്ള കാര്യം. സോ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഇസ് ഡൺ വിത്ത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ ഡിവിഡൻഡ് ഓഫ് 10% ചോദിക്കാനുള്ള അധികാരമുണ്ടോ? നോ, അത് ചോദിക്കാനുള്ള അധികാരമില്ല. സോ ദേ കൻ നോട്ട് ക്ലെയിം ദിസ് amount. Okay, now the next one. Explain the various persons by whom the contract may be performed as per the Indian Contract Act of 1872. Simple. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കൊക്കെയാണ് കോൺട്രാക്ട് പെർഫോം ചെയ്യാനുള്ള അധികാരം? യെസ്, ഫസ്റ്റ് വൺ ഇസ് ദ പ്രോമിസർ ഹി ഹിംസെൽഫ്. ഓക്കെ, 2 ദ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്, പിന്നെ തേർഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ആൾക്കാർ, പിന്നെ ജോയിന്റ് പ്രോമിസസ് ആൻഡ് ലാസ്റ്റ് സെറ്റ് ഓഫ് പേഴ്സൺ ഇസ് എൻ ഏജന്റ് അല്ലെ. അപ്പൊ ഇത്തരം ആൾക്കാർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? പ്രോമിസറിന് പകരം അല്ലെങ്കിൽ ദ പ്രോമിസർ ഹി ഹിംസെൽഫ് പകരം ഇത്തരം ആൾക്കാർക്ക് കൂടി എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഈ സോ കോൾഡ് കോൺട്രാക്ട് പെർഫോമൻസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. യെസ്, ആൻഡ് റിമെമ്പർ 1 point connecting all the points അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യം അല്ലെ. 1 point connecting all the points. എന്ത്? where skill of a person is involved അല്ലെ. where skill of a person is involved, അവിടെ എന്തില്ല? വേറെ ആർക്കും തന്നെ പെർഫോം ചെയ്യാനുള്ള അധികാരമില്ല. അവിടെ ആര് തന്നെ പെർഫോം ചെയ്തിട്ടാണ്? യെസ്, ദ പ്രോമിസർ ഹി ഹിംസെൽഫ് വിൽ ഹാവ് ടു പെർഫോം ദ ടാസ്ക്. ഓക്കെ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കൂ. Examine the validity of the following agreements under the provisions of Indian Contract Act of 1872 and justify your answer. Appo give the reasons in the parayna questions. Okay, status endana, reason endana choikkuna question. Mrs. Priya pays a sum of rupees 10,000 rupees to marriage bureau to provide information about the prospective grooms for her daughter's marriage. Okay, കല്യാണത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു ആലോചന നോക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്ത് കൈൻഡ് ഓഫ് കോൺട്രാക്ട് ആണ്? ഇത് മാരേജ് ബ്രോക്കറേജ് കോൺട്രാക്ട് വോയിഡ് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇതെന്താണ്? പ്രോപ്പർ എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരു എക്സെപ്ഷണൽ കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ഇത്തരത്തിലുള്ള മാരേജ് ബ്യൂറോസിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്താ? അതൊക്കെ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ്. സോ വാട്ട് ഇസ് ദ സ്റ്റേറ്റസ്? ഇറ്റ് ഇസ് a yes, it is referred to as a valid contract. Okay, now let's take next one. Bharat agrees with John to sell his white bull. Unknown to both the parties, the bull was dead at the time of agreement. Yeah, unknown to both the parties. അല്ലെ, എവിടേക്ക് കണക്ട് ആവുന്ന റിപ്പീറ്റഡ്ലി നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യം. unknown to both the parties പറഞ്ഞാൽ എന്താ അർത്ഥം? 2 പാർട്ടീസിനും അറിയാതെ ഇത് സംഭവിച്ചു പോയി. മീനിങ് വാട്ട്? യെസ്, ബൈലാറ്ററൽ മിസ്റ്റേക്ക്. യെസ്, ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്കിന്റെ കോൺസെപ്റ്റ് എന്താണ്? യെസ്, ഇറ്റ് ഇസ് void. Okay, next, Rishabh sells goodwill of the shop to Omkar on for rupees 10 lakhs and promises not to carry on such a similar business within the local limits so that Omkar carries on like business. Okay, ഇതെന്താ? റെസ്ട്രിക്ഷൻ ഓഫ് ട്രേഡ്. റെസ്ട്രിക്ഷൻ ഓഫ് ട്രേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരാൾ എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനം എടുക്കാനുള്ള അധികാരം അയാൾക്ക് ഉണ്ട് അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവിടെ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വോയിഡ് ആണ്.
ഓക്കെ, പക്ഷേ ഇവിടുത്തെ റെസ്ട്രിക്ഷൻ്റെ കോൺസെപ്റ്റ് എന്താണ്? യെസ്, ആ ലോക്കൽ ലിമിറ്റ്സിൽ മാത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താ? യെസ്, ദിസ് ഇസ് റെഫർഡ് ടു ആസ് വാട്ട്? എ വാലിഡ് റെസ്ട്രിക്ഷൻ അല്ലെ? ഇത് പാർട്ട്ണർഷിപ്പ് ആക്ടിലും പറയുന്നുണ്ട്, അതേപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും നമ്മൾ പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ സെക്ഷൻ 31 പറയുന്ന കോൺസെപ്റ്റ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന സെക്ഷൻ 27 പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇത് രണ്ടും കണക്ട് ചെയ്ത് ആൻഡ് സ്റ്റേറ്റസ് എന്താണ്? സ്റ്റേറ്റസ് ഇസ് വാലിഡ്. Next one, a property worth rupees 2 lakh was agreed to be sold for rupees just 25,000 rupees by a person of unsound mind. അല്ലെ, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അവർ കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ അധികാരം ഉണ്ടോ? ഇല്ല. നമ്മുടെ സെക്ഷൻ 10 അല്ലെ, സെക്ഷൻ 10 നമ്മൾ റിപ്പീറ്റഡ്ലി ക്ലാസ്സിൽ പറയുന്ന കാര്യം സെക്ഷൻ 10ന്റെ കോൺസെപ്റ്റ്. സോ സെക്ഷൻ 10ന്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്? എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ അധികാരം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഹീസ് എ പേഴ്സൺ ഹൂസ് ബീൻ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അയാൾക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാനുള്ള അധികാരം വരുന്നില്ല. അപ്പൊ അത്തരത്തിലൊരാളെ പറ്റിച്ചിട്ട് മേ ബി ഡെഫിനറ്റ്ലി സോ അങ്ങനെ ചെയ്തിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തിട്ട് 2 lakh worth rupees പ്രോഡക്റ്റ് 25,000 rupees വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സച്ച് എ കോൺട്രാക്ടിന്റെ അവസ്ഥ എന്താണ്? യെസ്, ഇറ്റ് ഇസ് റെഫർഡ് ടു ആസ് വാട്ട്? ഇൻവാലിഡ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഇറ്റ് ഇസ് void. ഓക്കെ, അത് നമുക്ക് നിയമപ്രകാരം കൊണ്ടുവരാനുള്ള അധികാരമില്ല. സോ ബേസിക്കലി ഇത് എന്ത് കോൺട്രാക്ട് ആണ്? നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, ഇറ്റ് ഇസ് റെഫർഡ് ടു ആസ് void. ഓക്കെ, ദിസ് ഇസ് ടോട്ടലി ഫോർ 7 mark ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ്സിൽ നിരന്തരം പറയുന്ന കോൺസെപ്റ്റുകൾ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം എഴുതി കഴിഞ്ഞതിന് ശേഷം ദ അബവ് ഗിവൻ സ്റ്റേറ്റ്മെന്റ് ഇസ് വാലിഡ് അല്ലെങ്കിൽ വോയിഡ്, എന്താണ് ഇതിന്റെ സ്റ്റേറ്റസ്, അങ്ങനെ കൈൻഡ് ഓഫ് പ്രസന്റേഷനിൽ എപ്പോഴും ഫോളോ ചെയ്യുക. ആൻഡ് വേറെവർ പോസിബിൾ ട്രൈ ടു ആഡ് സെക്ഷൻസ് ഓൾസോ. ഓക്കെ, ഐ ഹോപ്പ് ഐ എം ക്ലിയർ. Now, the next one is explain the legal provisions regarding the presentment for acceptance of a bill of exchange under the Negotiable Instrument Act of 1881. What are the consequences of failure to present a bill for acceptance? Also, distinguish it from presentment of a promissory note for sight. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, നെഗോഷ്യബിൾ NI ആക്ടിന്റെ അകത്ത് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റെഫർ ടു ദ ടെക്സ്റ്റ് ബുക്ക്, ഡ്രാഫ്റ്റ് ഓൾ ദ കണ്ടന്റ്സ്, 7 മാർക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Now, the next one, explain the process by which a bill becomes an act of parliament in India. After a law is enacted, how it is enforced and which authorities are responsible for the implementation. Again, direct question, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു ബില്ല് നിയമമായിട്ട് വരുന്നത് അല്ലെ? ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിൽ അത് പാസ് ചെയ്ത് വരണം എന്ന് വരുന്ന ആ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, ഡയറക്റ്റ് കോൺസെപ്റ്റ് വരുന്ന എല്ലാ റൂൾസുകളും, അത് എല്ലാ കാര്യങ്ങളും ഡ്രാഫ്റ്റ് ചെയ്യാം. എന്താണ് ബില്ല് ലോ ആകാൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിൽ യുനാനിമസ്ലി ഒരു ഓക്കെ പറയണം, റൈറ്റ്? അത് 1 or more മൾട്ടിപ്പിൾ സിറ്റിംഗ്സിൽ വരണം. ഈ ഇൻകംപ്ലീറ്റ് കോൺസെപ്റ്റ്, എല്ലാ ഡയറക്റ്റ് കോൺസെപ്റ്റുകളും എല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. Next, MNO Limited, a supplier of electronic components, entered into a contract on August 2023 with PQR Enterprises for a sale of rupees 1,000 units of microchips. The contract specifically identified the microchips by serial numbers and confirmed that they were in deliverable state, stored in MNO Limited warehouse. The contract stipulated that the goods would be delivered on 1st September 2023. On August 10th, 2023, a flood occurred, damaged the warehouse and destroyed the entire stock of microchips, including 1,000 units intended for PQR Enterprises. It's examined with reference to the provisions of Sale of Goods Act of 1930. Who shall suffer the loss? കാര്യം മനസ്സിലാവുന്നില്ലേ? Right. What will be your answer if the microchips were not specifically identified and marked by PQR Enterprises at the time of the contract? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് കോൺസെപ്റ്റുകൾ? എന്താണ് ഈ പറയുന്ന സോ കോൾഡ് കാര്യങ്ങൾ സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ സംഭവം? ഐഡന്റിഫൈഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് ടുവേർഡ്സ് എ കോൺട്രാക്ട് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഫ്ലഡ് വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ട്രോയ് ആയി പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയൊക്കെ മൈൻഡ് പോവുക? റൈറ്റ്, സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ മൈൻഡ് ചിന്തിക്കും അല്ലെ? സോ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നാൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന സോ കോൾഡ് കോൺട്രാക്ട് നമുക്ക് ഗൂഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അല്ലെ? സോ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ കോൺസെപ്റ്റ് എന്തായി മാറും? യെസ്, വോയിഡ് ആയിട്ട് മാറും അല്ലെ? സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ച് എവിടേക്ക് പോയി? നമ്മുടെ ആൻസർ വോയിഡിലേക്ക് പോയി. പക്ഷെ ഇവര് എവിടേക്കാണ് ചിന്തിച്ച് ആൻസർ പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് പ്രകാരം ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് സെലക്ഷൻ ചെയ്ത് മാറ്റി വെച്ചിട്ട്, ഐ മീൻ അസർട്ടൈൻമെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗൂഡ്സ്, യെസ്, ആരുടെ ലയബിലിറ്റിയിൽ വരും? ബയറിന്റെ ലയബിലിറ്റി അല്ലെ? അപ്പൊ അത് ഗൂഡ്സ് മിസ്സായി പോയി. സോ ഹൂ വിൽ ഹാവ് ടു ബെയർ ദ ലോസ്? യെസ്, ദ ബയർ വിൽ ഹാവ് ടു ബെയർ ദ ലോസ്. സോ ഹൂസ് ദ ബയർ? ഇസ് PQR. PQR ആണ് ബയർ. സോ ബയർ വിൽ ഹാവ് ടു ബെയർ ദ ലോസ്. അറ്റ് ദ സെയിം ടൈം ഇതൊന്നും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാത്ത ഗൂഡ്സ് ആണെങ്കിൽ ഹൂ വിൽ ഹാവ് ടു ബെയർ ദ ലോസ്? യെസ്, എക്സാക്ട്ലി, MNO, ദാറ്റ് ഇസ് ദി സെല്ലർ വിൽ ഹാവ് ടു ബെയർ ദ ലോസ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോ റൂൾസ് ഒക്കെ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കുക. ലെറ്റ്സ് ചെക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A purchases a motorcycle
from B and uses it for some time. It turns out that the motorcycle sold by B to A was stolen one and had to be returned to a rightful owner. A brings action against B for the return of the price. Will he succeed? Examine the reference to the provisions of the Sale of Goods Act of 1930. ഇനി കോൺസെപ്റ്റ് എന്താണ് വരുന്നത്? A will definitely succeed. അല്ലെ? He will succeed. Yes. എന്തുകൊണ്ട് A will succeed? Okay, എന്തുകൊണ്ട് A will succeed? Because of the stolen property ആണ്. അതുകൊണ്ട് തന്നെ A is bringing an action against B. So definitely A will succeed. Then, next concept. Discuss the various grounds on which the partnership firm may be dissolved by the court under the Indian Contract Act of 1832. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എല്ലാ റൂൾസും എഴുതുക അല്ലെ. നിരന്തരം നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഈതർ ഓർഡർ ഓഫ് ദ കോർട്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ദി ഓർഡർ ഓഫ് ദ കോർട്ട്, രണ്ട് കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ. സോ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. ഡ്രാഫ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിന്റെയും പോയിന്റ് ബൈ പോയിന്റ് പ്രസന്റേഷൻസ് എല്ലാം തന്നെ ഫോക്കസ്ഡ് ആയിട്ട് എഴുതുക. യു ഹാവ് 7 to 8 പോയിന്റ്സ് ഇൻ ദാറ്റ്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വൃത്തിക്ക് പഠിച്ചെടുക്കുക. Okay, now the next one. What are the conditions to be satisfied for an agent's authority in case of an emergency? അല്ലെ, ഏജന്റ് എമർജൻസി പീരീഡിൽ എങ്ങനെയാണ് he supposed to act? അല്ലെ, as a man of ordinary prudence, അയാൾ ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അയാൾ എമർജൻസി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം കൂടെ ഡ്രാഫ്റ്റ് ചെയ്യുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് മിസ് ഔട്ട്. Now let's take another question. Act the question. Classify the following instrument as inland instrument അല്ലെങ്കിൽ foreign instrument. ഇനി inland instrument എന്താ, foreign instrument എന്താ? inland instrument പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഡ്രോ ചെയ്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റെഫർഡ് ടു as an inland instrument. പക്ഷേ ഫോറിൻ ഇൻസ്ട്രുമെന്റ് കോൺസെപ്റ്റ് എന്താണ്? ഫോറിനിൽ എഴുതിയിട്ട് പിന്നീട് ഇവിടെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റെഫർഡ് ടു വാട്ട്? ഫോറിൻ ഇൻസ്ട്രുമെന്റ് അല്ലെ. അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം അറിയാം. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എല്ലാ ആൻസേഴ്സും ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാം. ചെക്ക് ഔട്ട് a promissory note made in Kolkata and payable in Mumbai. Yeah, what is it? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മീനിങ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ്. യെസ്, ദിസ് ഇസ് റെഫർഡ് ടു ആസ് വാട്ട്? ആൻ ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ്. Okay, second, a bill was drawn in Varanasi on a person resident in Jodhpur, but it is made to be payable in Singapore. പക്ഷേ പേയ്മെന്റ് സിംഗപ്പൂരിലായാലും ഡ്രോ ചെയ്ത് എവിടെയാണ്? യെസ്, ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഡ്രോ ചെയ്ത അവസ്ഥയ്ക്ക് ഇത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ്? യെസ്, ഇറ്റ് ഇസ് റെഫർഡ് ടു ആസ് എൻ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ്, a resident in India draws a bill of exchange in Agra on B, a merchant in New York, and B accepts it as payable in Delhi. In the concept, again it is referred to as an inland instrument. With our definition we can easily conclude alle evidna edutiyathu he has drawn it from Agra. So basically endana, this is a kind of inland instrument. Now the next one, a promissory note made in New York by a resident of New York and paid payable to be in Delhi. So this is what? Yes, this is referred to as a foreign instrument because drawn എവിടെയാണ്? drawn foreign ലാണ്, therefore it is referred to as a foreign instrument. പക്ക. Then a bill of exchange drawn in London on a person residing in Dubai and it is payable in Dubai. Again ഇതു എന്താണ്? correct. This is also referred to as a foreign instrument. ഓക്കെ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം ആദ്യം ഡ്രാഫ്റ്റ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻലൻഡ് ആണോ ഫോറിൻ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക. 7 മാർക്കിന്റെ പോക്കറ്റ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to the provisions of Indian Contract Act of 1872, define the following terms: quasi-contract and salient features. ഒത്തിരി പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം അല്ലെ. ക്വാസി കോൺട്രാക്ട് എന്താണെന്നുള്ള കാര്യം, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, എഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടിൻജന്റ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട് എന്ന യൂണിറ്റിനകത്ത് 6ാമത്തെ യൂണിറ്റിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. നെക്സ്റ്റ് വൺ, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. എഗെയിൻ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന്റെ കോൺസെപ്റ്റ് എന്താണ്? ക്വാസിന്റെ വേറൊരു ഫോം അല്ലെ. അതിൻ്റെ അകത്ത് ഇതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ് എഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഹി ആക്ട്സ് ആസ് ലൈക്ക് എ ബെയിലി. റിമെമ്പർ ദ കോൺസെപ്റ്റ്, റൈറ്റ്. അതെല്ലാം കൂടെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ദ ഗുഡ്സ് ദേ ആർ. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ദ ഗുഡ്സ്? റിമെമ്പർ, എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജന്റ് ഗുഡ്സ്. ആ എക്സിസ്റ്റിംഗ് ഗുഡ്സിന്റെ അകത്ത് വീണ്ടും സബ് ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലെ. സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് ദെൻ കംസ് യുവർ അസർട്ടൈൻ ഗുഡ്സ് ആൻഡ് ദെൻ അൺഅസർട്ടൈൻ ഗുഡ്സ് അല്ലെ. ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ എന്തൊക്കെയാണ് ടൈപ്പ് ചോദിക്കുക? ലെറ്റ്സ് ചെക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹോൾസെയിലർ ഓഫ് എ കോട്ടൺ
has 100 bales in his godown. He agrees to sell 50 bales and these bales were selected and set aside. അപ്പോൾ ഇതാണ് യെസ് ascertained goods അല്ലേ? ascertained goods സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞു, അത് സെറ്റ് അസൈഡ് ചെയ്ത് മാറ്റി വെച്ചും കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ത് കൈൻഡ് ഓഫ് ഗൂഡ്സ് ആണ്? They are referred to as ascertained goods എന്ന് പറയുന്ന കാറ്റഗറി. Next, A agrees to sell to B 1 packet of sugar out of the lot of 100 packets lying in his shop. Again, this is the kind of goods are already existing. Existing goods in the existing goods in the ascertained goods category. Right? Simple questions. Then, next in that. Sometime breach of condition will be treated as breach of warranty, as a result of which the buyer loses his right to rescind. State the circumstances under a contract cannot be avoided even on the account of breach of condition. So concept endana sale of goods act la രണ്ടാമത്തെ യൂണിറ്റ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അകത്ത് കണ്ടീഷൻ എന്താണ്, വാറണ്ടി എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അല്ലെ. കണ്ടീഷൻ എന്താണ്? സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ഫോർ ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. വാറണ്ടി പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഫോൾ ആയിട്ട് ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. ഇനി ഇവിടെ ചോദിക്കുന്നത് എന്തൊക്കെയാ, എപ്പോഴൊക്കെയാണ് കണ്ടീഷൻ ഇസ് ട്രീറ്റഡ് ആസ് വാറണ്ടി അല്ലെ? ഇൻ വിച്ച് ആൻഡ് ഓൾ സിറ്റുവേഷൻസ് കണ്ടീഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് വാറണ്ടി എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ആ 4 പോയിന്റ്സ് അങ്ങോട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. യുവർ ആൻസർ ഇസ് സെറ്റ്. സോ 7 മാർക്ക് പോക്കറ്റിൽ വന്നു. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. സെപ്റ്റംബർ എക്സാം ജസ്റ്റ് റോക്കറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.